ഈ അടുത്ത് ശ്യാമപ്രസാദ് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അഗ്നിസാക്ഷിയിൽ പാട്ടിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, വാർത്തിങ്കൾ ഉദിക്കാത്ത വാസ്തന്ത രാത്രിയിൽ എന്തിനെ അഷ്ടമംഗല്യം എന്ന പാട്ട്, അതിൽ ഒരു വരിയിൽ ആ സിനിമ മുഴുവനുമുണ്ട് എന്ന് സാറ് പറഞ്ഞു. ഇനി എത്ര ഋതുക്കളെ ഇനി എത്ര ദൂരം പോകണമെന്ന് പറയുന്നത്, അതായത് ആ പെണ്ണിന്റെ അവസ്ഥ മാത്രമല്ല, എത്ര ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞാലാണ് അവസ്ഥ മാറുക എന്നുള്ള കാര്യമാണ് സാർ അതിനകത്ത് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ തന്നെ ആ പാട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിരുന്നത്. അതൊരു ഭംഗിയാണല്ലേ, ഒരു സിനിമയുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അതന്നെ ശ്രമിക്കുന്നത് ഞാൻ എപ്പോഴും. അങ്ങനെ പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോൾ ഇതിൽ എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേനെ, അത് പൊതുവെ ലോകത്തിന് മുഴുവനുള്ളതാണ്. അതെ അതെ. അത് അമ്മയായാലും അച്ഛനായാലും കാമുകിയായാലും ഭാര്യയായാലും ഒക്കെ ബാധക അല്ലേ. എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ, നീ പാടിയതുകൊണ്ടാണ് എൻ്റെ ജന്മം പൂമരമായത്. അതിൽ പിന്നെ ഒരു വരിയും കൂടെ വന്നിട്ടുണ്ട്, ഞാൻ അറിയാതെ തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു. അതും പ്രണയത്തിന്റെ ഒരു സംഭവം. അതെ 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 അതെ. അതും ആ സിനിമയിൽ ആ കഥയായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അതേപോലെ തന്നെ പാതിരാമഴയേതോ ഹംസഗീതത്തിനകത്ത് കൂരിരുൾ ചിമിഴിൽ മൗനവും മാത്രം. അതെ, അവളുടെ അവസ്ഥ അതാണ്. ശരി. അത് കഥ അറിയുന്നത് കൊണ്ടാണ്. അതെ, കഥ അറിയുന്നതും ഞാൻ അതിനകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് രസമായിട്ട് വന്നിട്ടുണ്ട്. കൂരിരുൾ ചിമിഴിൽ ഞാനും മാത്രം. നമ്മളൊക്കെ അങ്ങ് രാത്രികളിലൊക്കെ ഇങ്ങനെ അല്ലാണ്ടിരിക്കുന്ന പാട്ടാണ്. അത് ഔസേപ്പച്ചന്റെ അസാധ്യ പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഉള്ളടക്കത്തിൽ. അതുപോലെ തന്നെ ഈ അടുത്ത് ബിനീത എന്ന് പറഞ്ഞ ഗായിക സംസാരിക്കുന്ന സമയത്ത് സാറിന്റെ പൂജാബിംബം മിഴി തുറന്നു, അതിനകത്ത് അതും കഥയാണ്. സൂര്യനും സ്വന്തം ചന്ദ്രനും സ്വന്തം സന്ധ്യയെ നീ സ്വന്തം, അതാണ് കഥ. സന്ധ്യ മിഡിലാണ്, ആരുടെ അവകാശം മോഹൻലാൽ മമ്മൂട്ടി തീർച്ചയായിട്ടും ജൂഹി ചൗളയല്ലേ. ഞാൻ വേറൊരു പാട്ടിൽ ഇതേപോലെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, കാശിത്തുമ്പക്കാവായി നീലവാനം മേടപ്പാടം നീലെ ശ്യാമരാഗം എന്ന് പറയുന്ന പാട്ടില് വെൺമേഘപ്പാടിൻ മതമിളകും പൊന്നാനച്ചന്തം തെളിയവേ, മേഘപ്പാടിന് മതമിളകി പൊന്നാനച്ചന്തം തെളിയവേ. അത് മേഘത്തെയാണ് സാർ അങ്ങനെ സങ്കല്പിച്ചിരിക്കുന്നത്. മേഘപ്പാടിൻ മതമിളകും പോലെ ആനച്ചന്തം ആ മേഘത്തില് രൂപങ്ങൾ തെളിയാണ്. പക്ഷെ ഈ കഥയിൽ എല്ലാവർക്കും കുറച്ചൊരു അതിലെല്ലാവർക്കും വട്ടാണ്. അത് ഭയങ്കര ഹാപ്പിനെസ്സാ, അത് ഭയങ്കര ഫിലോസഫി. വട്ടില്ലാത്ത ഒരുത്തനും ഇല്ല ഈ ലോകത്തിൽ എന്നുള്ളതാണ്. അത് ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടല്ലേ. അത് കേട്ടപ്പോ എനിക്ക് തോന്നി, ഓ ഇതിലും സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ എന്ന് തോന്നുന്നില്ലേ. അതൊക്കെ ഇങ്ങനെ അറിയാതെ വരുന്നതാണ്, ഞാൻ അറിഞ്ഞോണ്ട് വരുന്നതല്ല. അല്ല എങ്കിലും ആ പടത്തിൽ തന്നെ അത് കൃത്യമായിട്ട് വരണോ, തീർച്ചയായിട്ടും അതെനിക്ക് ഭയങ്കര രസം തോന്നിയതാണ്. ഈ കാശിത്തുമ്പക്കാവ് ഈ അടുത്ത് നമ്മൾ ഒരുപാട് കവർ വേർഷൻസ് വന്നിട്ടുള്ളതാ. കവർ വന്നപ്പോൾ കൂടുതൽ ഹിറ്റായി. അപ്പൊ ഞാൻ ഔസേപ്പച്ച സാറിന്റെ അടുത്ത് പറയുമ്പോൾ അന്നത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇന്ന് അതെ അതും ഔസേപ്പച്ച സാറിന്റെ പാതിരാമഴയുടെ ഒരു അനുഭവമുണ്ട്. ഒരു ചെറിയൊരു നൊസ്സുള്ള ഒരാളാണ് ഇവിടെ, ഈ അടുത്തുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്. ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് എന്നെ, ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടെ നിന്ന് കാണാൻ തന്നെ ഏട്ടാന്ന് പറഞ്ഞ ഒരു നമ്പൂരിക്കുട്ടിയാണ്. അവൻ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ആ പാതിരാമഴ എന്നുള്ളത് എൻ്റെ പാട്ടാണ് ഏട്ടൻ എഴുതിയത് എന്നോട് പറഞ്ഞു. വിടുന്നില്ല എന്നെ. അത്ര അവൻ്റെ ഹൃദയമായിട്ട് ചേർന്നതാണ്. അതൊരു ലേശം അതാണ് ആ ഒരു മാറ്റമുള്ളത്. അതിലും അങ്ങനെ ഉണ്ടല്ലോ, ഉള്ളടക്കത്തിലും ആ ബുദ്ധി പ്രശ്നമുള്ള ആൾക്കാരാണല്ലേ. അങ്ങനെ ചിലപ്പോൾ അതും കയറി കൊളുത്തു. ദേശാടനത്തിലെ പാട്ടിലും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ കളിവീട് ഉറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ, ഈ കളിവീട് എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രയോഗം സാറ് പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അത് ശരിക്കും ചിരിയും കളിയുണ്ടായിരുന്ന വീട് ഉറങ്ങി എന്നുള്ള അർത്ഥത്തിലാണോ? കുട്ടികളുടെ കളിവീടുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ, കളിവീടുണ്ട്. അവൻ ഉണ്ടാക്കി വെച്ചിട്ട് സാധനങ്ങളൊക്കെ അവിടെ വെറുതെ കിടക്കുക, ഇവൻ പോവല്ലേ. അതെ അതെ, ആ യാത്രയുടെ ഒരു പ്രശ്നമാണ്. അതിലും എനിക്കൊരു അനുഭവം ഉണ്ടായി. ആ പാട്ട് എൻ്റെ മോൻ മദ്രാസിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ, ദീപു പഠിക്കാൻ പോകുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സ് തോന്നി അത്രയും വികാരം ഉണ്ടായത്. ആ ഇതാണ് മറ്റേ വിരഹത്തിൻ്റെ ഒരു സംഭവമാണത്. അവൻ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ഫറോക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു. അവന് എന്നെയും എന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, എനിക്ക് അവനും വിടാൻ പറ്റില്ല. അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടല്ലോ. എൻ്റെ താരാട്ടുകളെല്ലാം എൻ്റെ കുട്ടികളെ പറ്റിയാണ്. ശരിക്കും അത് ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണെങ്കിലും എൻ്റെ കുട്ടികളെ നോക്കിയിട്ടാണ് ഞാൻ പാടുന്നത്.
എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങുമെന്ന് പറയുന്നത് ദീപു ചെറിയ കുട്ടിയായ സമയത്ത് തിരുവനന്തപുരത്തുള്ള സമയത്ത് അന്ന് രാജീവ് ഗാന്ധിയൊക്കെ അതിലൂടെ അതിനടുത്തേക്കൂടെ റോഡിലൂടെ ഇങ്ങനെ പോകുമല്ലോ എയർപോർട്ടിൽ പോകുമ്പോൾ. അപ്പോൾ ഞാൻ തമാശ പറയും, രാജീവ് ഗാന്ധി ഇവിടെ വന്നാൽ പോലും ഞാൻ വാതിൽ ഓർക്കില്ല, എൻ്റെ മോൻ ഉറങ്ങുകയാണ്. അത് എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടാണത്. അങ്ങനെ പറയുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ പോലും എൻ്റെ കുഞ്ഞാണ് എനിക്ക് പ്രധാനം, ഉറങ്ങാണ്. അതിൽ താരാട്ട് പാടിയാലേ ഉറങ്ങാറുള്ളൂ, ഉണരാറുള്ളൂ. അങ്ങനെ സൂര്യനായി തഴുകി ഉറക്കമുണർത്തും എന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. അതൊക്കെ അങ്ങനെയാണല്ലോ. അത് ഹിറ്റാണ്. അതെ, എനിക്ക് തോന്നുന്നു കൈതപ്രം സാറിന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടുകളിൽ ഒന്നായിട്ട് പലരും നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന പാട്ടാണ്. പിന്നെ സംവിധാന സാഹിബ് അതിനെപ്പറ്റി പ്രസംഗിച്ചിട്ടുണ്ട് കുറേ കാലം. അമ്മയെ പറ്റി പാടിയിട്ടുണ്ട്, അച്ഛനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ അയാളുടെ ഒരു പുസ്തകം അച്ഛനെ കുറിച്ച് എഴുതിയപ്പോൾ അച്ഛനെ കുറിച്ച് അത്രയും അയാൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് എഴുതിയതാണ് സാറ്. അതുകൊണ്ട് എൻ്റെ അച്ഛനെ കുറിച്ച് പുസ്തകം എഴുതുമ്പോൾ സാറിനെ കൊണ്ടൊരു പാട്ട് എഴുതിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഇന്നലെ ഗൾഫിലുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ട്, അയാളുടെ അച്ഛനെ പറ്റി ഒരു പാട്ട് എഴുതുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയൊക്കെ നിങ്ങളെ അച്ഛനെ പറ്റിയാണെന്ന് പറഞ്ഞു. കാരണം അത് എല്ലാവരുടെ അച്ഛനും ബാധകമാണ്. അത് എനിക്കാണ് ബാധകം, ഞാനാണ് ആ അച്ഛൻ. ഇപ്പോൾ എൻ്റെ മക്കൾക്കുള്ള അച്ഛൻ ഉണ്ടല്ലോ, അത് കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കുള്ളിലും പുഞ്ചിരി ചിറകുകൾ വിടർത്തുന്ന അച്ഛനാണ്. ഇങ്ങനെ കല്ലെടുക്കുമ്പോൾ ആ വേദന ഉണ്ടെങ്കിൽ പോലും ചിറക് വിടർത്തിയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ആ വേദന മുഴുവൻ അങ്ങനെയാണ്. അതുപോലെ ഒരു കവിത പാഥേയത്തിലുണ്ട്. പാപിയാണ് അച്ഛൻ, പക്ഷേ നീ വിളിക്കല്ല, അങ്ങനെ അച്ഛൻ പാപിയാണ്, പക്ഷേ അച്ഛൻ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. എൻ്റെ പേഴ്സണലാണ്.